തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് കൊല്ലം പടിഞ്ഞാറെ കല്ലടയിൽ കോൺഗ്രസ് ഭവന്റെ പേര് കരിയോയിൽ ഒഴിച്ച് മായ്ച്ചു. പാർട്ടി ഓഫീസ് യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുത്ത് താഴിട്ട് പൂട്ടി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് ചന്ദ്രൻ, കല്ലട ദേദിൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ 100ഓളം പ്രവർത്തകർ പാർട്ടി ഓഫീസിന്റെ പേര് കരിയോയിൽ ഉപയോഗിച്ച് മായ്ച്ചു. സുരേഷ് ചന്ദ്രൻ നിലവിലെ പഞ്ചായത്ത് അംഗം കൂടിയാണ്. കാരുവള്ളിയിൽ ഗോപാലപിള്ള സ്മാരക കോൺഗ്രസ് ഭവൻ എന്ന പേരിൽ കോൺഗ്രസ് ഭവൻ എന്നത് നിലനിർത്തിയ ശേഷം ബാക്കിയുള്ള പേരുകളാണ് മായ്ച്ചത്. പഞ്ചായത്തിൽ നിന്നുള്ള DCC ഭാരവാഹികൾക്ക് നേരെ പ്രവർത്തകരുടെ ചീമുട്ടയേറും ഉണ്ടായി. ചില DCC ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന ഏകാധിപത്യ നിലപാടുകളാണ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഇടയാക്കിയതെന്ന ആക്ഷേപം ഉന്നയിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ പ്രസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഈ പടിഞ്ഞാറക്കള്ള പഞ്ചായത്ത് തോൽപ്പിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. ഈ പാർട്ടി ഓഫീസിനകത്ത് കടന്നിരുന്ന് വീണ്ടും വീണ്ടും കമ്മിറ്റി കൂടി ഘോരഘോരം ജയിപ്പിക്കാൻ നടക്കുന്ന പ്രവർത്തകന്മാരുടെ മുന്നിൽ വന്നിരുന്ന് പ്രസംഗിക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കത്തില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവലോകനം പോലും നടത്താതെ വീണ്ടും കമ്മിറ്റി കൂടിയതാണ് പ്രവർത്തകരെ ചോടിപ്പിച്ചത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ റിബലുകളെ നിർത്തുകയും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയും ചെയ്ത DCC സെക്രട്ടറിമാരെയും അവർക്ക് ഒത്താശ ചെയ്തവരെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു.